ഹായ്, ഗുഡ് മോർണിംഗ്. ഇതൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. മീൽ പ്ലാനിങ് അനുസരിച്ചിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീൻ. അതായത് ഇനിയിപ്പോൾ നമുക്ക് അവധി ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം മൊത്തത്തിലൊരു കാലിയാക്കൽ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, എൻ്റെ ഫ്രിഡ്ജ് കാലിയാക്കൽ. അപ്പോൾ അതനുസരിച്ചൊരു മീൽ പ്ലാനിങ് ഇന്നലെ വൈകുന്നേരം ഞാൻ ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇന്ന് നമുക്ക് രാവിലെ ചെയ്യുവാനുള്ളൂ. എല്ലാവർക്കും ലഞ്ച് കൊണ്ടുപോകണം, അതുപോലെ തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ മീൽ പ്ലാനിങ്ങിൻ്റെ ആയിരുന്നു. 1 വീക്കിലേക്കുള്ള ഒരു മീൽ പ്ലാനിങ്. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരുന്നതെന്നാണ് ഞാൻ കാണിച്ചത്. ആ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ, ഒരുപാട് സ്നേഹം. അപ്പോൾ അതുപോലെ എൻ്റെ എല്ലാ ആഴ്ചകളും വ്യത്യസ്തമായിരിക്കും. കാരണം ഈ ആഴ്ചയിലുള്ളത് ഞാൻ നെക്സ്റ്റ് വീക്കിലത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അടുപ്പിച്ചടുപ്പിച്ച് ഒരേ ഫുഡാകുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും മടുക്കുമല്ലോ. അപ്പം ഈ ആഴ്ച ഉണ്ടാക്കിയതൊന്നും ഞാൻ അടുത്ത ആഴ്ച റിപ്പീറ്റ് ചെയ്യാറില്ല. പിന്നത്തെ ആഴ്ചയായിരിക്കും ചിലപ്പോൾ ഈ ആഴ്ചത്തെ പിന്നീട് റിപ്പീറ്റായി വരുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും ഞാൻ ഓരോ ആഴ്ചയിലും റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു മീൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ പ്ലാൻ ചെയ്യുന്നു. അപ്പം അത് നമ്മളൊരു ബുക്കിലേക്ക് ഞാൻ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എഴുതി വെക്കുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. തിരിച്ച് മറിച്ച് നോക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും എളുപ്പമായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ പലപ്പോഴും രാവിലത്തെ ഉച്ചക്കത്തേൻ്റെ അത് തന്നെയായിരിക്കും കേട്ടോ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചപ്പാത്തി മാവ് വല്ലതും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതുങ്ങാനും വെച്ച് പെട്ടെന്ന് 2 ചപ്പാത്തി വല്ലതും ഉണ്ടാക്കി അഡ്ജസ്റ്റ് കൂടി ചെയ്താണ് ഡിന്നർ എപ്പോഴും റെഡിയാക്കാറ്. അങ്ങനെ ഇപ്പോൾ ഈ മീൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു വലിയ കഷ്ടപ്പാടായിട്ടൊന്നും നമ്മൾ കാണണ്ട. നമുക്കൊരു സെൽഫ് കെയർ കൊടുക്കുന്നതാണെന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മുടെ ഹെൽത്ത്, ഫാമിലി ടൈം എല്ലാം ഒന്ന് സേവ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റായിട്ട് അതിനെ എടുത്താൽ മതി. പിന്നെ ഡെയിലി ഷോപ്പിംഗ് ഒക്കെ ഒഴിവാക്കി ആഴ്ചയിൽ ഒരു തവണ, വീക്ക്ലി വൺസ് എന്ന രീതിയിൽ ഷോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം അങ്ങ് പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഞാനങ്ങനെ ചെയ്യാറില്ല. എല്ലാം കറക്റ്റ് പെർഫെക്റ്റായിട്ട് പോകണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. പകരം എല്ലാം ഒന്ന് മാനേജബിളായിട്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റിയാൽ മതി. ഇപ്പോൾ ഒരേ കറി തന്നെ വെച്ച് 2 ദിവസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് സമയ ലാഭം, എനർജി ലാഭം, ഗ്യാസ് ലാഭം, അങ്ങനെ പല ഗുണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഷോപ്പിംഗ് ലിസ്റ്റ് നമ്മൾ ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് നമ്മൾ മീൽ പ്ലാനിങ് എഴുതി റെഡിയാക്കിയതിന് ശേഷം ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടതെല്ലാം വാരി വലിച്ച് വാങ്ങത്തില്ല. നമ്മുടെ ബഡ്ജറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മളിത് സഹായിക്കും. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളപ്പോൾ ആ മീൽ പ്ലാനിങ്ങിനനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണോ ആ ആഴ്ചയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് മാത്രമേ നമ്മൾ വാങ്ങുകയുള്ളൂ. വേറൊന്നും അധികമായിട്ട് നമ്മൾ വാങ്ങത്തില്ല. അത് നമ്മുടെ ബഡ്ജറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതൊരു വലിയ കഷ്ടപ്പാടായിട്ട് നമ്മൾ കാണാൻ, ഒന്നും നിങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അപ്പം മീൽ പ്ലാനിങ്ങിൻ്റെ 1-2 ഗുണങ്ങളാണ്. പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ കുക്കിംഗ് സമയം ഒത്തിരി ലാഭിക്കാം. കാരണം ഈ നുറുക്ക് പണികളാണ് നമ്മളെ എപ്പോഴും രാവിലെ നമ്മുടെ സമയം കളയുന്നത്. അതായത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുക, വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, തേങ്ങ ചിരണ്ടുക, ഉള്ളി പൊളിക്കുക, ഇങ്ങനെയുള്ള കുറേ നൂലാമാല പണികളാണ് നമ്മളെ എപ്പോഴും നമ്മുടെ സമയം മുഴുവൻ നശിപ്പിക്കുന്ന കുറച്ച് പണികളാണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് ഒരാഴ്ചത്തേന് നമ്മളൊന്ന് റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ആ ഒരാഴ്ച എത്ര സ്മൂത്തായിട്ട് പോകുന്നു. നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം, നമ്മുടെ കുട്ടികളുടെ പഠന സമയം ക്രമീകരിക്കാനുള്ളൊരു സമയം, ജോലി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള സമയം, ഇതൊക്കെ നമുക്ക് ഈ മീൽ പ്ലാനിങ് എന്ന് പറയുന്നൊരു കാര്യം, മീൽ പ്ലാനിങ് എന്നല്ല എന്ത് കാര്യം, ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിൽ പോലും ഞാനിങ്ങനെ കൃത്യമായിട്ടൊരു സമയമൊന്നും ക്ലീനിങ്ങിന് വെക്കാറില്ല. എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ഞാൻ ക്ലീനിങ് കണ്ടതിൻ്റെ ബാക്കി അങ്ങ് ചെയ്തു പോവുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ ശനിയും ഞായറും തന്നെ ക്ലീനിങ്ങിനായിട്ട് എടുക്കുന്നതൊന്നും അങ്ങനെയൊന്നുമില്ല. എനിക്ക് വൈകുന്നേരം ഇച്ചിരി എനർജി ഉണ്ട്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ മറ്റ് പണികളൊന്നുമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊരു പ്രത്യേക സ്ഥലം അന്ന് ക്ലീൻ ചെയ്യാൻ അങ്ങ് എടുക്കും. ചിലപ്പോൾ വിൻഡോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുറി അങ്ങോട്ട് ക്ലീൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഷെൽഫുകളായിരിക്കും, കബോർഡുകളായിരിക്കും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ അങ്ങ് ചെയ്യും. അതാണൊരു ശീലം. അല്ലാണ്ട് ഒന്നിനും ഞാൻ ഇപ്പം ഫ്രിഡ്ജിലാണെങ്കിലും ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം തീർന്നു പോയിട്ട്, ഉള്ളി പൊളിച്ച് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട്, ഉള്ളി മാത്രമേ തീർന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇനിയിപ്പോൾ സാരമില്ല, ശനി ഞായറും അല്ലേ വരുന്നത്, അപ്പോൾ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കാറില്ല. ഉള്ളി തീർന്നെങ്കിൽ എനിക്ക് എപ്പോഴാണോ അടുത്ത ടൈം കിട്ടുന്നത് ആ സമയത്ത് ഉള്ളി അങ്ങ് പൊളിച്ചങ്ങ് വെച്ചേക്കും. അതിൽ പച്ചമുളക് തീർന്ന് പോയി, കഴുകിയത് ഞെട്ട് പറിച്ച് വെച്ചിരുന്നത് തീർന്നു പോയെങ്കിൽ ഉടനെ എപ്പോഴാണോ മുളക് നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് അടുത്ത ട്രിപ്പ് വെക്കാൻ പറ്റുന്നത് അങ്ങനെ. ചിലപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് നമുക്കങ്ങനെ കൃത്യം ടൈമിങ്ങിൽ ഓരോന്ന് ചെയ്യാൻ പറ്റുന്നവരെ, ചിലപ്പോൾ നമ്മൾ നല്ലതായിട്ടും അടുത്തായിരിക്കും വരുന്നത്, ക്ഷീണം ഉണ്ടായിരിക്കും. ചില ദിവസം നമുക്ക് കുറച്ച് റെസ്റ്റ് കൂടുതൽ വേണ്ടി വരും. ചില ദിവസം നമ്മൾ അവിടെ വലിയ ജോലി ഭാരമൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണ് നമ്മൾ
അല്പം ഒന്ന് എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണികളൊക്കെ ചെയ്യാൻ ഉത്സാഹം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് കുറേ പണികൾ ചെയ്തു വെക്കാം. അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ഞാൻ ഒന്നിനും ഒരു കൃത്യമായ സമയം വെച്ച് ചെയ്യുന്നൊരു വ്യക്തിയല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് എല്ലാത്തിലും ഭയങ്കര പെർഫെക്റ്റ് ആകണം എന്നല്ല, പകരം എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും മാനേജബിൾ ആക്കി നമ്മുടെ ഫാമിലീനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഹെൽപ്പിന് കൂട്ടും. ഇപ്പം ഹസ്ബൻഡിനെ കൊണ്ടാണെങ്കിലും മക്കളെ കൊണ്ടാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യണം. എല്ലാം നമ്മൾ ചെയ്താലേ എല്ലാം ക്ലീൻ ആവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം നമ്മൾ തന്നെ ചെയ്താലേ വൃത്തിയാവത്തുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല എന്നുള്ള ചിന്തയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യട്ടെ, പിന്നെ അതിലുള്ള കുറവുകൾ നമ്മൾ നികത്തി പോയാൽ മതിയല്ലോ. എല്ലാം നമ്മൾ ചെയ്യണമെന്നുള്ള വാശിയിലാണ് നമ്മൾ തീരെ ടയേർഡായി പോകുന്നത്. നമുക്ക് സമയം കണ്ടെത്താൻ, നമ്മുടേതായ സമയം കണ്ടെത്താൻ നമുക്ക് സമയം കിട്ടാതെ പോണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ മീൽ പ്ലാനിങ്ങുകളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ഇപ്പോൾ വീക്കെൻഡിൽ തന്നെ ഇതെല്ലാം ചെയ്ത് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. തീരുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. വളരെ ഉപകാരപ്രദമാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എന്നാലും ഇനിയും ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ആദ്യമൊക്കെ ഇത്തിരി കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് നമ്മളത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാതെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് തോന്നും ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും ഈസി. ചെയ്യാനുള്ള ആ ഒരു 1-2 മിനിറ്റത്തെ ഒരു തടസ്സം, അല്ലെങ്കിൽ ഇനി ഇതെല്ലാം റെഡിയാക്കി വെക്കണമെന്നുള്ള ആ ഒരു ചിന്ത മാറ്റി കളഞ്ഞിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി നോക്കിയേ എത്രമാത്രം വ്യത്യാസം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറേ ചെയ്യാനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ രാവിലെ പണികളൊക്കെ തീർത്ത് സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. കുറച്ചിങ്ങ് കയറി വരണം നമുക്ക് ബസ് വരുന്നത്. അപ്പം ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബസ് വന്നു. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി താമസിച്ച് പോയി, അവധിയൊക്കെയല്ലേ, അതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റുകളൊക്കെ ഇട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.